Transforms of derivatives and integrals, differential equations. Laplace transform of derivatives. അത് നമ്മൾ അടുത്ത ടോപ്പിക്കാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഓഫ് ഡെറിവേറ്റീവ്സ്, അതായത് ഡെറിവേറ്റീവ്സിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ തിയറി നോക്കുക. സപ്പോസ് ദാറ്റ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി and the derivatives f dash of t exist, then L of f dash of t equal to s into L of f of t minus f of 0. അതായത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ എഫ് ഡാഷ് ഓഫ് ടി അതിൻ്റെ ഡെറിവേറ്റീവാണ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 ആണ്. ഓക്കെ, അതായത് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ ആ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0. അപ്പോൾ അതിൻ്റെ കൊറോളറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറം നമുക്ക് തരുന്ന റിസൾട്ട്, ആ റിസൾട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റിസൾട്ടുകൾ, അതായത് ഒരു തിയറത്തിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റിസൾട്ടുകളെയാണ് നമ്മൾ കൊറോളറി പറയുന്നത്. അപ്പം ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും നോക്കാം. അതായത് എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0. അതായത് നമുക്ക് തിയറം പറയുന്നത് എഫ് ഡാഷ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 ആണെങ്കിൽ ഒരു സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് ടീൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ക്യൂബ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എസ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 മൈനസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോർമുല നന്നായിട്ടൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അടുത്തടുത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുലാസ് എഴുതാൻ പറ്റും. അതായത് എഫ് ഡാഷ് ആണെങ്കിൽ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി വരും, എഫ് ഡബിൾ ഡാഷ് ആണെങ്കിൽ എസ് സ്ക്വയറിലാണ് സ്റ്റാർട്ട് ചെയ്യുക, എഫ് ട്രിപ്പിൾ ഡാഷിൻ്റെതാണെങ്കിൽ എസ് ക്യൂബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഓരോ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എസ്സിൻ്റെ ടേം ഉണ്ടെങ്കിൽ അടുത്ത ടേമിൽ ഒരു കോൺസ്റ്റൻറ്റ് എഫ് ഓഫ് 0 ആയിരിക്കും. എസ് സ്ക്വയറിൻ്റെ ടേമാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് എസ്സിൻ്റെ ഒരു ടേം ഉണ്ടാവും, പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട്. പിന്നെ എസ് ക്യൂബിൻ്റെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എസ് ക്യൂബിൻ്റെ ടേം ഉണ്ടാവും, എസ് സ്ക്വയറിൻ്റെ ടേം ഉണ്ടാവും, എസ്സിൻ്റെ ടേം ഉണ്ടാവും, പിന്നെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് പോകുന്നത് ആദ്യത്തെ ടേം എപ്പോഴും എന്തായിരിക്കും, എസ് സ്ക്വയറിൻ്റെ കൂടെ ആണെങ്കിലും എൽ ഓഫ് എഫ് ഓഫ് ടി ആയിരിക്കും ആദ്യത്തെ ടേമിൻ്റെ കൂടെ വരിക. രണ്ടാമത്തെ ടേം എപ്പോഴും എഫ് ഓഫ് 0 ആയിരിക്കും. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എഫ് ഡാഷ് ഓഫ് 0, എഫ് ഡബിൾ ഡാഷ് ഓഫ് 0, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫോർമുലയിൽ ആവശ്യമായ അത്രയും ടേംസുകൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ജനറലൈസ് ചെയ്തിട്ട് nth ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് എൻ റേസ് ടു ടി, അതായത് nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്ത് വരിക, എസ് റേസ് ടു എൻ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഇൻറ്റു എസ് റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 മൈനസ് എക്സെട്ര മൈനസ് എഫ് റേസ് ടു എൻ മൈനസ് 1 ഓഫ് 0 എന്ന് വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് ജനറലൈസ് ചെയ്തിട്ട് നോക്കുക, ആ ഫോർമുല ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നോക്കുക, ഇഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി, ഫൈൻഡ് എൽ ഓഫ് എഫ് ഓഫ് ടി യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, സൈൻ സ്ക്വയർ ടി ആണ്. അപ്പോൾ അതിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്, ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ മാത്രം പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കിവിടെ
ഈ ഡെറിവേറ്റീവ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓരോ പ്രോബ്ലം അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചെയ്യാൻ. ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്, എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സീറോ എന്തായിരിക്കും? എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീൻ്റെ പ്ലേസിൽ നമ്മൾ സീറോ കൊടുക്കുക. അപ്പോൾ സൈൻ സ്ക്വയർ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ. അതേപോലെ തന്നെ ഡെറിവേറ്റീവിൻ്റെ കാണണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. എഫ് ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം. അപ്പം എഫ് ഓഫ് ടി സൈൻ സ്ക്വയർ ടി ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടു സൈൻ ടി കോസ് ടി. ഇനി എഫ് ഡാഷ് ഓഫ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ക് നമ്മൾ സീറോ കൊടുക്കും. അപ്പം എന്തായിരിക്കും? ഫംഗ്ഷൻ സീറോ ആയിരിക്കും. കാരണം സൈൻ സീറോ ആണ്. അപ്പം കംപ്ലീറ്റ് ടേം സീറോ ആയി പോയിട്ട് എഫ് ഡാഷ് ഓഫ് സീറോ എന്ന് പറയുന്നത് സീറോ ആവും. ആൻഡ് എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു നമുക്കറിയാം എന്താ? എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് സീറോ ആണ്. നമ്മുടെ തിയറി അനുസരിച്ചിട്ട് എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് സീറോ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സൈൻ സ്ക്വയർ ടിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നോക്കാം. സോ അടുത്ത എന്താ വരിക? എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ടു സൈൻ ടി കോസ് ടി ആണ്. അപ്പം ആ ടേംസിൽ അവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എൽ ഓഫ് ടു സൈൻ ടി കോസ് ടി ഈക്വൽ ടു എസ് ഇൻറ്റു എൽ ഓഫ് സൈൻ സ്ക്വയർ ടി മൈനസ് സീറോ. അത് സൈൻ സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ടി ആണ്. അപ്പോൾ എഫ് ഓഫ് ടിക്ക് പകരം നമ്മളവിടെ സൈൻ സ്ക്വയർ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം എസ് ഇൻറ്റു എൽ ഓഫ് സൈൻ സ്ക്വയർ ടി മൈനസ് സീറോ എന്ന് വരും. ഓഫ് സീറോ ആണ്. സോ സീറോ എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടു സൈൻ ടി കോസ് ടി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ടു ടീൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പം ടു സൈൻ ടി കോസ് ടിക്ക് പകരം നമ്മളവിടെ സൈൻ ടു ടീന്ന് എഴുതി. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടു ടി ഈക്വൽ ടു എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എൽ ഓഫ് സൈൻ ടു ടി നമുക്കറിയാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബൈ എസ് സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എൽ ഓഫ് സൈൻ സ്ക്വയർ ടി കണ്ടുപിടിക്കലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? എൽ ഓഫ് സൈൻ സ്ക്വയർ ടി കണ്ടുപിടിക്കാം. എൽ ഓഫ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു എന്ത് വരും? ടു ബൈ എസ് സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ. പിന്നെ ആ എൽ ഓഫ് സൈൻ സ്ക്വയർ ടീൻ്റെ കൂടിയ ലെസ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന ബൈ എസ് ആവും. സോ നമുക്ക് എന്ത് കിട്ടും? ടു ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ടു ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഫോർ. അപ്പം സൈൻ സ്ക്വയർ ടീൻ്റെ ആൻസർ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ ടു ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഫോർ. ഓക്കെ, ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഡൗട്ട് ചോദിക്കാൻ. അടുത്ത് അവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ടി സൈൻ എ ടി ഫൈൻഡ് എൽ ഓഫ് എഫ് ഓഫ് ടി. അപ്പം ഫംഗ്ഷൻ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ടി സൈൻ എ ടി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് ഏത് എഫ് ഓഫ് ടി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നാൽ എൽ ഓഫ് എഫ് ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോർമുല വേണമെങ്കിലും ഡെറിവേറ്റീവിൻ്റെ യൂസ് ചെയ്യാം. അതായത് എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്ന ഫോർമുല വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എൽ ഓഫ് എഫ് ട്രിപ്പിൾ ഡാഷിൻ്റെ ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോർമുല വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കാരണം ഏത് ഫോർമുല എടുത്തു കഴിഞ്ഞാലും അതിലെന്തുണ്ട്? എൽ ഓഫ് എഫ് ഓഫ് ടി ഉണ്ട്. ഓക്കെ, അത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ആ കൊറോളറിയിൽ നിങ്ങൾക്ക് 3 ഫോർമുല പ്ലസ് തിയറത്തിൻ്റെ ഒരു ഫോർമുല നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന 4 ഫോർമുല, അതായത് തിയറത്തിൻ്റെ ആ ഒരു ഫോർമുലയും പ്ലസ് കൊറോളറിയിലെ ആ 3 ഫോർമുലയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 4 ഫോർമുലയിലും ആരുണ്ട്? എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ ഈ 4 ഫോർമുലയിൽ ഏത് ഫോർമുല വെച്ച്
ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ട്, തിയറത്തിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല വെച്ചിട്ട് ചെയ്യാം. ഇനി ഒരു 3 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡബിൾ ഡാഷ് ഓഫ് ടി വെച്ചിട്ട് ചെയ്യാം. കാരണം കുറച്ചും കൂടെ ചെയ്യാനുണ്ടല്ലോ അത്. പിന്നെ ട്രിപ്പിൾ ഡാഷിൻ്റെ ഒന്നും ആവശ്യം സാധാരണ ഇല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഫോർമുല കാണിച്ചത് മാത്രമേ. ഇനി എക്സാമിന് തേർഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് കാണാൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് യൂസ് ചെയ്തിട്ട് എൽ ഓഫ് എഫ് ഓഫ് ടി കണ്ടുപിടിച്ചാൽ മതി. ഇല്ലെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ഫോർമുല മാത്രം നോക്കി വെച്ചാൽ മതി. എപ്പോഴും ഒന്നിക്കൽ എഫ് ഡാഷ് ഓഫ് ടി വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി എഫ് ഡാഷ് ഓഫ് ടി വെച്ചിട്ടുള്ള പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി സൈൻ എ ടി തന്നിട്ടുണ്ട്. അപ്പം എപ്പോഴും നമുക്ക് ഈ ഡെറിവേറ്റീവ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എഫ് ഓഫ് ടി വേണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് 0 കണ്ടുപിടിക്കുക, ആൻഡ് എഫ് ഡാഷ് ഓഫ് ടി എഫ് ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കുക. പിന്നെ എഫ് ഡബിൾ ഡാഷ് വേണമെന്നുണ്ടെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി വരെ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി സൈൻ എ ടി ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, ടിക്ക് 0 കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ഇനി എഫ് ഡാഷ് ഓഫ് ടി നിങ്ങൾ കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 2 ഫങ്ഷൻസ് ഉണ്ട് ഇവിടെ. ടി എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്, സൈൻ എ ടി എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ നമ്മളവിടെ പ്രൊഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം. അതായത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ അത് ആ റൂൾ അപ്ലൈ ചെയ്യുക. അതായത് ഫസ്റ്റ് ഫംഗ്ഷനിൽ ടി ആണ്, ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എ ടി, അതായത് കോസ് എ ടി ഇൻറ്റു എന്ന് വരും, പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് സൈൻ എ ടി ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ടി കോസ് എ ടി പ്ലസ് സൈൻ എ ടി എന്ന് വരും. ഇനി എഫ് ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കുക. ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് അവിടെ 0 ആണ് ആൻസർ വരുന്നത്. ആൻഡ് നമ്മളിത് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി കൂടെ കാണണം. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഡാഷ് ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടി കോസ് എ ടി പ്ലസ് സൈൻ എ ടി. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പം ആദ്യം എ ടി കോസ് എ ടി. അപ്പോൾ അവിടെയും എന്തുണ്ട്, എ ടി എന്ന് പറയുന്നൊരു ടീൻ്റെ ഫംഗ്ഷനാണ്, കോസ് എ ടി എന്ന് പറയുന്നത് ടീൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എ ടി ഇൻറ്റു മൈനസ് സൈൻ എ ടി ഇൻറ്റു എന്ന് വരും, പ്ലസ് കോസ് എ ടി ഇൻറ്റു എ, പ്ലസ് ഇനി ഒരു ടേമും കൂടെ അവിടെയുണ്ട് സൈൻ എ ടി. സൈൻ എ ടീൻ്റെ ഡെറിവേറ്റീവ് കോസ് എ ടി ഇൻറ്റു എ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് എ സ്ക്വയർ ടി സൈൻ എ ടി പ്ലസ് എ കോസ് എ ടി പ്ലസ് എ കോസ് എ ടി എന്ന് വരും. അതായത് മൈനസ് എ സ്ക്വയർ ടി സൈൻ എ ടി പ്ലസ് കോസ് എ കോസ് എ ടി പ്ലസ് എ കോസ് എ ടി, 2 എ കോസ് എ ടി എന്ന് വരും. അപ്പോൾ അതാണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി നമുക്ക് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ഇക്വേഷൻ എഴുതാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി വരുന്ന ആ ഒരു ഫോർമുല എഴുതാം. അപ്പോൾ എന്ത് വരും, എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0 എന്ന് വരും. ഇനി എല്ലാ കാര്യങ്ങളും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ മൈനസ് എ സ്ക്വയർ ടി സൈൻ എ ടി പ്ലസ് 2a കോസ് എ ടി, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് ഓഫ് 0 എന്ന് വരും. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഫസ്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ 2 ടേം ആയിട്ടുള്ളത് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും, എൽ ഓഫ് മൈനസ് എ സ്ക്വയർ ടി സൈൻ എ ടി പ്ലസ് എൽ ഓഫ് 2a കോസ് എ ടി ഈക്വൽ ടു എസ് സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി, ബാക്കിയെല്ലാം 0 ആയിട്ട് മൈനസ് 0 അഗെയിൻ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, നമുക്കതിനെ പുറത്തെടുക്കാം. അപ്പോൾ മൈനസ് എ സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് ടി സൈൻ എ ടി പ്ലസ് എൽ ഓഫ് 2a കോസ് എ ടി ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് വരും. അപ്പം മൈനസ് എ സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി, അതായത് ടി സൈൻ എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ തന്നെയാണ് എഫ് ഓഫ് ടി. അപ്പം
അവിടെ ടി സൈനേറ്റിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, എഫ് ഓഫ് ടി എന്ന് കൊടുക്കാം. അപ്പോൾ മൈനസ് എ സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് എൽ ഓഫ് 2a കോസ് എ ടി ഈക്വൽ ടു എസ് സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടിൻ്റെ ടേം ഉണ്ട്. അതായത് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നതിൻ്റെ ടേം രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും, എൽ ഓഫ് 2a കോസ് എ ടി ഈക്വൽ ടു എസ് സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി. ലെഫ്റ്റ് സൈഡിലുള്ള മൈനസ് എ സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടിനെ നമ്മൾ റൈറ്റിലോട്ടേക്ക് എടുത്തപ്പം പ്ലസ് എ സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് വന്നു. ദിസ് എൽ ഓഫ് 2a കോസ് എ ടി ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി. രണ്ടിലും എൽ ഓഫ് എഫ് ഓഫ് ടി കോമൺ ഉള്ളത് കൊണ്ട് നമ്മളൊന്ന് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി ഔട്ട് സൈഡ് എടുത്താൽ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറാണ് ഉണ്ടാവുക. അപ്പോൾ 2a ഇൻറ്റു എൽ ഓഫ് കോസ് എ ടി ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. 2a ഇൻറ്റു ഇനി കോസ് എ ടി എന്ന് പറഞ്ഞാൽ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓൾറെഡി കുറേ ചെയ്തത് അത്. ദിസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എൽ ഓഫ് എഫ് ഓഫ് ടി ആണ്. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താ വരിക, 2a ഇൻറ്റു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരും. പിന്നെ എൽ ഓഫ് എഫ് ഓഫ് ടിൻ്റെ കൂടെയുള്ള എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, 2as ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അതായത് 2as ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതാണ് എൽ ഓഫ് എഫ് ഓഫ് ടിൻ്റെ ലാപ്ലേസ് അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്താ ടി കോസ് എ ടിൻ്റെ ഫോർമുലയാണത്. അപ്പോൾ ഈ ഒരു ഫോർമുല ഇതിലും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അപ്പം അത് നിങ്ങൾ ആ ഒരു ഫോർമുല നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. കോസ് എ ടിൻ്റെയും സൈൻ എ ടിൻ്റെയും എന്ന ഫോർമുല പഠിച്ച പോലെ തന്നെ ടി സൈൻ എ ടിൻ്റെ ഫോർമുലയാണിത്. അപ്പോൾ അത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. ടി സൈൻ എ ടി എന്ന് പറഞ്ഞാൽ 2as ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. ഇനി അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ എഫ് ഓഫ് ടി ഈക്വൽ ടു ടി കോസ് എ ടി എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ ചെയ്യാനായിട്ട് ആൻസർ എത്രയാണെന്ന് പറയാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് എന്നെല്ലാം പറഞ്ഞാൽ കംപ്ലീറ്റ് ഡെറിവേഷനാണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റായിട്ട് മാത്രമേ ചോദിക്കൂ ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ ഓരോ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് വൃത്തിയിൽ പഠിച്ചാൽ മതി. അപ്പോൾ ഇത് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ന്യൂമറേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയറിനൊരു ടേം കൊടുക്കും. അപ്പോൾ അവിടെ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എസ് സ്ക്വയർ ആഡ് ചെയ്തു, എസ് സ്ക്വയർ മൈനസ് ചെയ്തു, എസ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. പിന്നെ എ സ്ക്വയറിൻ്റെ ടേം ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് മൈനസ് എ സ്ക്വയർ, അതായത് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 2a സ്ക്വയർ എന്ന് പറയുന്ന ഒരാൾ ന്യൂമറേറ്ററിൽ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ശരിക്കും 1 ആണെന്നുള്ളത്. അപ്പോൾ അവിടെ ആര് വന്നു, 2a സ്ക്വയർ ന്യൂമറേറ്ററിൽ വന്നു. അപ്പോൾ ആ 2a സ്ക്വയർ നമ്മളങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിലും ഒരു 2a സ്ക്വയർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് താഴെ ഒരു 2a സ്ക്വയറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ഈ ഒരു സ്റ്റെപ്പ് പറ്റുമെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കുക. അതായത് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ നമ്മൾ ചെയ്തു, ഡിവൈഡഡ് ബൈ 2a സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ഇനി 1/2a സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ പുറത്തെടുത്തു. അപ്പം 1/2a സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1/2a സ്ക്വയർ ഇൻറ്റു നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതി.
ഇനി 1/2a² ഇൻറ്റു a² ഡിനോമിനേറ്ററിൽ a² ഒരു a² കൂടെ ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് വരും ഇവിടെ 1/a² വരും. -a² ഡിവൈഡഡ് ബൈ a² എന്ന് വരും. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻവേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം L ഇൻവേഴ്സ് ഓഫ് 1/a² എന്ന് പറഞ്ഞാൽ എന്താണ് L ഇൻവേഴ്സ് ഓഫ് 1/2a² ഇൻറ്റു 1/a² മൈനസ് a² ഡിവൈഡഡ് ബൈ a² എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്തത്, ആ 1/2a² നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുക. അപ്പം 1/2a² ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/a² മൈനസ് L ഇൻവേഴ്സ് ഓഫ് a² ഡിവൈഡഡ് ബൈ a² എന്ന് കിട്ടും. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1/2a² ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ്, അപ്പോൾ 1/a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊന്നിക്ക് സൈനിൻ്റെതായിരിക്കും അല്ലെങ്കിൽ കോസിൻ്റെതായിരിക്കും. പക്ഷെ കോസിൻ്റെതാവണമെങ്കിൽ ന്യൂമറേറ്ററിൽ എസ് ഉണ്ടാവണം, ഇവിടെ എസ് ഇല്ല. അപ്പോൾ അതെന്തായാലും എന്തല്ല, കോസിൻ്റെതല്ല. അപ്പോൾ സൈനിൻ്റെതാവാനേ സാധ്യതയുള്ളൂ. പക്ഷേ സൈന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, താഴെയുള്ള a² ആണെങ്കിൽ ന്യൂമറേറ്ററിൽ ഒരു a വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എനെ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും, L ഇൻവേഴ്സ് ഓഫ് a/a ഇൻറ്റു a² എന്ന് വരും. മൈനസ് L ഇൻവേഴ്സ് ഓഫ് a² മൈനസ് a² ഡിവൈഡഡ് ബൈ a² എന്ന് വരും. which is equal to 1/2a² ഇൻറ്റു 1/a, അതായത് അതിൽ 1/a ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ പുറത്തെടുത്തു. 1/a ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് a/a² പ്ലസ് a² മൈനസ് L ഇൻവേഴ്സ് ഓഫ് a² മൈനസ് a² ഡിവൈഡഡ് ബൈ a² എന്ന് വരും. which is equal to 1/2a ഇൻറ്റു 1/a ഇൻറ്റു a/a² പ്ലസ് a² എന്ന് പറഞ്ഞാൽ sin 80ൻ്റെ ഇൻവേഴ്സ്. അപ്പം sin 80 മൈനസ് പിന്നെ ആ ഒരു ടേം a² മൈനസ് a² ഡിവൈഡഡ് ബൈ a² പ്ലസ് a² എന്ന് പറഞ്ഞാൽ t cos 80ൻ്റെ ട്രാൻസ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിറൈവ് ചെയ്യാൻ. അപ്പോൾ ഡിറൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ ഇതാണ്, a² മൈനസ് a² ഡിവൈഡഡ് ബൈ a² പ്ലസ് a². അപ്പം അതിൻ്റെ ഇൻവേഴ്സ് എന്ത് നിങ്ങൾക്ക് കിട്ടും, t cos 80 ആണെന്ന് കിട്ടും. സോ ആൻസർ എന്ത് കിട്ടും നമുക്ക്, 1/2a² ഇൻറ്റു sin 80/a മൈനസ് t cos 80. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് s³ ഡിവൈഡഡ് ബൈ a² പ്ലസ് a². ഇതും ഒരു ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ചെയ്ത ഒരു മോഡിഫിക്കേഷൻ പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, s³ ഡിവൈഡഡ് ബൈ a² പ്ലസ് a² ഈക്വൽ ടു s³ കൂടെ ഒരു പ്ലസ് sa² ചെയ്യുക, മൈനസ് sa² ചെയ്യുക. അതൊരു sa² ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം s³ പ്ലസ് sa² മൈനസ് sa² ഡിവൈഡഡ് ബൈ a² പ്ലസ് a² എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുക, എസ് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ s ഇൻറ്റു a² പ്ലസ് a² മൈനസ് a² ഡിവൈഡഡ് ബൈ a² പ്ലസ് a² എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എസ് ഇൻറ്റു a² പ്ലസ് a² ഒരു ടേം ആക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രാക്കറ്റ് ഇടുക. അപ്പോൾ a² പ്ലസ് a² ഒറ്റ ടേം ആക്കിയിട്ട് എടുക്കുക, മൈനസ് a² ഡിവൈഡഡ് ബൈ a² പ്ലസ് a² എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു രണ്ട് ടേംസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പം s ഇൻറ്റു a² പ്ലസ് a² ഡിവൈഡഡ് ബൈ a² പ്ലസ് a² വരും, മൈനസ് s ഇൻറ്റു a² ഡിവൈഡഡ് ബൈ a² പ്ലസ് a² എന്ന് വരും. അവിടെ a² പ്ലസ് a² ഡിനോമിനേറ്ററിൽ a² പ്ലസ് a² ഒരു ടേമും കൂടെ ക്യാൻസലായിട്ട് s ബൈ a² പ്ലസ് a² എന്ന് വരും, മൈനസ് sa² ഡിവൈഡഡ് ബൈ a² പ്ലസ് a² എന്ന് വരും. അപ്പോൾ നമുക്കതിൻ്റെ ഇൻവേഴ്സാണ് കാണേണ്ടത്. അപ്പം രണ്ട് സൈഡിൽ ഇൻവേഴ്സ് കൊടുത്താൽ L ഇൻവേഴ്സ് ഓഫ് s ബൈ a² പ്ലസ് a² മൈനസ് a² പുറത്തെടുക്കുക. അപ്പം a² ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് s ബൈ a² പ്ലസ് a² എന്ന് വരും. which is equal to s by a² plus a² എന്ന് പറഞ്ഞാൽ cos 80ൻ്റെ ഇൻവേഴ്സ്. അപ്പം cos 80 മൈനസ് a² ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ്, അപ്പോൾ ഇവിടെയും
ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഫോമുല വരുന്നെങ്കിൽ അതൊന്നിക്കൽ ടി സൈൻ എ ടി അല്ലെങ്കിൽ ടി കോസ് എ ടിൻ്റെ ട്രാൻസ്ഫോം ആയിരിക്കും. അപ്പം ന്യൂമറേറ്ററിൽ എസ് വന്നെങ്കിൽ അത് ടി സൈൻ എ ടിൻ്റെ ഫോമിലായിരിക്കും നമുക്ക് വരേണ്ടത്. അപ്പോൾ ടി സൈൻ എ ടി ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അവിടെ ഒരു 2a കൂടെ വേണം. അതായത് ടി സൈൻ എ ടീൻ്റെ ന്യൂമറേറ്ററിൽ 2as ആണ് വരുന്നത്. പക്ഷേ ഇവിടെ എസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരുന്നാൽ ഇൻവേഴ്സ് ഓഫ് 2a ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ 2a ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ കോസ് എ ടി മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 2as ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ഏതാ ഡിവൈഡഡ് ബൈ 2a നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അതിന് പുറത്തെടുത്തതാണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, കോസ് എ ടി മൈനസ് എ സ്ക്വയർ ബൈ 2a ഇൻറ്റു ടി സൈൻ എ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഡൗട്ട്സ് ഉള്ളതൊക്കെ ചോദിക്കുക.